നോക്കിക്കൊണ്ട് വർത്താനം പറഞ്ഞില്ലേ അടിക്കാനുള്ള ഇവിടെ പോയുള്ള ആളുകൾ ഞാൻ എന്റെ കാര്യം തീർത്തു പോക്കും ഞാൻ. അല്ലാതെ ആരാടാ എന്ത് വേണം? എനിക്ക് മുടങ്ങാടിക്ക് എനിക്ക് ഇഷ്ടമല്ല. ഇത്തിരി മോലിയും തലയൊക്കെ ഉണ്ട് കള്ളപ്പള്ള താരമാണ് ചാലമേരി എന്ന കഥാപാത്രമായി ചെറുപ്പകാലം മുതൽ തന്നെ കലാജീവിതത്തോട് ഏറ്റവും ആത്മാർത്ഥമായ സ്നേഹവും തൻ്റെ കഴിവുകളെ പ്രകടിപ്പിച്ച നടിയാണ് നമ്മുടെ കൂടെ ഇരിക്കുന്ന മോളി കണ്ണമാരി ചേച്ചി. നമുക്കറിയാം ചവിട്ടു നാടകത്തിൽ കൂടെ സീരിയലിലെത്തി, സീരിയലിൽ നിന്നും സിനിമയിലെത്തി, ഇന്ന് ഇവിടം വരെ എത്തി നിൽക്കുന്ന വലിയ ഒരു കലാകാരിയാണ് ചേച്ചി. ചേച്ചിയുടെ കുറച്ച് വിശേഷങ്ങളും അനുഭവങ്ങളൊക്കെ കേൾക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഇവിടെ നിൽക്കുന്നത്. ചേച്ചി നമസ്കാരം. നമസ്കാരം. വളരെ നിഷ്കളങ്കതയായിട്ടുള്ള ഒരു ചിരിയാണ്. ഞാൻ ചേച്ചി ആദ്യമായിട്ട് കാണുന്നത് എറണാകുളം സ്റ്റാൻഡിൽ വെച്ചിട്ടാണ്. ഒരു ഷൂട്ടൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് പഴംപൊരിയും ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് കാണുന്ന അതേ ചിരി തന്നെയാണ്. വഴിയെ പോകുന്ന എല്ലാ ആൾക്കാരെയും ആര് ചിരിച്ചു കാണിച്ചാലും ചേച്ചി തിരിച്ച് ചിരിച്ചങ്ങോട്ട് കാണിക്കും. അതല്ല ചെയ്യണ്ടേ, കാരണം നമ്മളിപ്പൊ നമ്മളെ വലുതാക്കുന്ന ജനങ്ങളാ. അതെ അതെ. അപ്പൊ നമ്മൾ ആ ജനങ്ങൾ നമ്മൾക്കടുമ്പോ ആ മോഷിച്ച് അല്ലെങ്കിൽ ആ ചാളമേരി ഇതിങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ കഥാപാത്രത്തെ നമ്മൾ വിളിക്കണത്. അതെ അതെ. അപ്പൊ ഞാൻ അവർ ചീത്ത പറയേണ്ട വല്ല കാര്യമുണ്ട്? എന്റെ കാരണന്മാര് എന്റെ മക്കളും അല്ലാതെ കടപ്പുറത്ത് തൊഴിലാളികളാ. എന്നിപ്പോ നമ്മ ചാള ചമക്കാൻ പോയിട്ടില്ല, വലിയ പോകാറില്ല. പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന കഥാപാത്രമാണത്. അപ്പൊ ആ കഥാപാത്രം നമ്മൾ ഉൾപ്പെടുണ്ട്. അതേ ചാള ചേച്ചി അവര് ചീയോടുകൂടി അവിടെ തീർന്നത്. പിന്നെ ചിലവരുണ്ട് അത് ഇച്ചിരി വെള്ളമൊക്കെ അടിച്ചു പണ്ട് എനിക്ക് ചാളക്കച്ചറ ഇല്ലാഞ്ഞ് വർത്താനം നോക്കിയും കൊണ്ട് വർത്താനം പറഞ്ഞില്ലേ അടിക്കാനുള്ള എന്ന് പറയുന്ന അത് പറയാറുണ്ട്. കാരണം ഈ വെള്ളം അടിച്ചിട്ട് ഞാൻ അങ്ങനെ വലിയ ആക്കിയ സൈസ് വർത്താനം പറയും. അതെനിക്ക് ഇഷ്ടമല്ല. അല്ലാതെ എന്തെങ്കിലും കോമഡിയിലൊക്കെ പറയുമ്പോ നമ്മളെ അത് കോമഡി ആയിട്ട് അവരുടെ കൂടെ നിന്നു പാടാ 50 രൂപയുടെ ചാള ഞാൻ തരാടാ, നമുക്ക് തിളപ്പിച്ചിട്ടാടാ എന്നൊക്കെ ഞാൻ പറഞ്ഞൊക്കെ തിന്നും. പക്ഷെ എനിക്ക് കുടിച്ചും കൊണ്ട് ആക്ടിവേറ്റ് ചെയ്യണം എനിക്ക് ഇഷ്ടമല്ല. കുടിയന്മാരോട് പണ്ട് മുതലേ ദേഷ്യമാണോ? എനിക്ക് ഇത്തിരി കുടിയന്മാരോട് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അനുഭവത്തിന്റെ അല്ല. ഈ പറഞ്ഞ എല്ലാവരും ഒക്കെ കുടിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ ആരും കുടിച്ചിട്ടുണ്ട്. നമുക്ക് നുണ പറയേണ്ട കാര്യം, നുണ പറയേണ്ട ആവശ്യമില്ല എനിക്ക്. പക്ഷെ ഇത് എങ്കിലും നമ്മൾ ആവശ്യമില്ലാത്ത കൂട്ടിന് ആവശ്യമില്ലാത്ത വാക്ക് പറയാനും നമ്മൾ പോയിട്ടില്ല. നമ്മളോട് ഇങ്ങാട് എന്താടിന്ന് ചോദിച്ചാ പിന്നെ അവൻ രണ്ടു കാലം പോയി. അതാണ് എന്റെ സുഖം. കാരണം നമ്മൾ ആഗ്രഹിക്കുക ഒരാവശ്യത്തിന് പോയത്. ഞാനിപ്പോ ഈ സിനിമാ ഫീൽഡിൽ ഞാൻ 10 വയസ്സിൽ 9 വയസ്സിൽ ഞാൻ കലാകാരിയായിരുന്നു. എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറയാൻ നിങ്ങളെ പെട്ട ആളുകളാണ്. 9 വയസ്സെന്ന് പറയുമ്പോ പ്രൊഫഷണൽ ആയിട്ട് കല തുടങ്ങിയത്. അതിന് മുന്നേ കലയുണ്ടല്ലോ. അതെ. അപ്പൊ ഞാൻ ഈ കലയിലേക്ക് വന്ന സമയത്ത് ഞാനിങ്ങനെ ആ കാലം മുതല് എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറയാൻ എനിക്ക് ആളുകളാണ്. പെണ്ണുങ്ങളങ്ങനെ ഫ്രണ്ട്സേ ഇല്ല. ഇപ്പൊ ഇവിടെ നാട്ടിൽ തന്നെയാണ് എനിക്ക് പെണ്ണുങ്ങളെ പറഞ്ഞില്ല. ചേരൂല അല്ലെങ്കിൽ ഇവിടെ പോലുള്ള ആളുകൾ ഞാൻ എന്റെ കാര്യം തീർത്തു പോക്കും ഞാൻ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വലിഞ്ഞു കയറാറുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. ഇവിടെ വലിഞ്ഞു കയറാറുണ്ട്. ഇവിടെ വലിഞ്ഞു കയറാറ് ഒരു പട്ടിയെ വളർത്തിക്കും. അതെ അതെ. അപ്പൊ ഞാൻ ഇവിടെ ആണെങ്കിൽ എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറയാൻ രണ്ട് വ്യക്തികളെ കേട്ടായിരുന്നു. ഒരാൾ മരിച്ചുപോയി, ഇപ്പൊ ഒരാളുണ്ട്, ഒരാളുണ്ട്. വിറ്റോ തങ്കങ്ങി 2 വ്യക്തികളാണ്. അതിൽ ഒരാൾ മരിച്ച ഒരാളുണ്ട്. പിന്നെ എനിക്കെന്റെ ഫ്രണ്ട്സ് ഒരു കൂട്ടുകാരെന്ന് പറയാൻ 2 പേര് മാത്രമേ ഉള്ളൂ. വേറെ ആൾക്കാർ എനിക്കില്ല. പിന്നെ എനിക്ക് കൂട്ടുകാരെന്നാ നിങ്ങളെപ്പോഴുള്ള ആമ്പിള്ളേരാ എന്റെ ഫ്രണ്ട്സ് മുഴുവൻ. പിന്നെ കട്ടേരിയ പിന്നെ ഞാൻ കട്ടിങ്. അപ്പൊ ഞാനിങ്ങനെ അപ്പൊ എനിക്ക് എന്നോട് ഇപ്പൊ സിനിമ ഫീൽഡിലാണെങ്കിലും സീരിയൽ ഫീൽഡിലാണെങ്കിലും മറ്റേ ചവിട്ട് നാടക ഫീൽഡിലാണെങ്കിലും അല്ലാതെ സ്റ്റേജ് ഷോ ഫീൽഡിലാണെങ്കിലും എനിക്ക് ആമ്പിള്ളേരാ ഉള്ളത് കൂടുതൽ. അല്ലാതെ ആരാടാ എന്ത് വേണം? എനിക്ക് മുടങ്ങാടിക്ക് എനിക്ക് ഇഷ്ടമല്ല. ഞാനൊരു കൊല്ലണ ഒരു ഓകരി എനിക്ക് ഇഷ്ടേ അല്ല. കാരണം എനിക്ക് പണ്ടാര കരിയാണ്. കാരണം എന്തിനാണ് നമ്മളോട് മുടങ്ങാടിക്കണത്? നമ്മളിപ്പോ ഒരാൾ വിളിക്കതേ ചേച്ചി ചേച്ചി അളവരി എവിടെ പോ ഏമാനെ ഇവിടെ തുറന്നു പോണേ ഷൂട്ടുണ്ടാ പിന്നെ സുഖമല്ലേ? ഓ സന്തോഷം. അപ്പൊ നമ്മളുള്ളത് അങ്ങോട്ട് വളർന്നു കൊടുത്തു.
അപ്പൊ ശരി നമുക്ക് കാണോ. ഓ അപ്പൊ ശരി അമ്മമാനെ കൊള്ളാം മോനെ ശരി മോനെ ആ സന്തോഷത്തോടെ അന്ന് പറഞ്ഞു വിട്ട്. ശരി. ചിലവരുണ്ട് ഞാൻ സിനിമ നടിയാ കേട്ടാ ഞാനോന്ന് പറഞ്ഞില്ല എനിക്ക് കിടക്കാൻ പറ്റിയല്ല. ആ നീ പറ ഇന്നത്തെ കാര്യം എവിടാ അവിടെ ആയെന്ന് പറഞ്ഞില്ലേ. അപ്പൊ എനിക്ക് ആഞ്ഞു തിരിഞ്ഞിട്ടുണ്ട് ആയെന്ന് പറഞ്ഞ എനിക്ക് കുഴപ്പം തരാൻ വേണ്ടി. കാര്യം എന്റെ തൊലി വെളുത്തതാ എനിക്ക് കാണാൻ കൊള്ളാം. ഇച്ചിരി മൂലയും തലയൊക്കെ ഉണ്ട് അപ്പൊ കൊള്ളാം. അപ്പൊ എന്റെ മുമ്പിൽ വരും എന്നുള്ള ഭാവനയുടെ കാര്യം കെട്ടി തന്നു. മനസ്സിലായ എനിക്ക് ആ ഭാവന ഇല്ല. എനിക്ക് സത്യം പറഞ്ഞോ മോളിച്ചേച്ചിയെ കാണുമ്പോ ഒരു ഉമ്മ വെക്കാനായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ ഇപ്പത്തെ അതെ കിസു അടിച്ചു കല്യാണം കഴിഞ്ഞു. പുതിയൊരു കൂട്ടുകാരനെ കിട്ടി. അയ്യോ മോളിച്ചേച്ചി നേരത്തെ പറഞ്ഞല്ലോ, അതായത് ജനങ്ങളാണ് നമ്മളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത്, ജനങ്ങളാണ് നമ്മളെ കലയാക്കുന്നത്. അതെ അതെ. നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടപ്പോ ജനങ്ങൾ പ്രോത്സാഹിപ്പിച്ചു, ജനങ്ങൾ കൈയടിച്ചു, കലാകാരനാക്കി. ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ എത്തുന്നതിന് മുന്നും ജനങ്ങളുടെ കൈയടിയും പ്രോത്സാഹനവും ഒരു കലാകാരിയായിട്ടുള്ള ലെവലിൽ മോളിച്ചേച്ചിക്കുണ്ട്. ഈ സിനിമയിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കിനും ഈ കലാകാരി എന്നുള്ളത് ഒരുപാട് വിഷമങ്ങൾ മറച്ചു വെക്കുകയും അല്ലെങ്കിൽ ഈ കലാകാരിയാണെന്ന് പോലും നോക്കാതെ നമുക്ക് കൂടുതൽ സാലറി തരാതെ ഇപ്പോഴെത്രയോ എനിക്ക് തോന്നുന്നു ഒരുപാട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിനെ കുറിച്ച് മോളിച്ചേച്ചി എന്താണ് ഇപ്പോഴത്തെ ഒരു ഇത്? കാരണം മോളിച്ചേച്ചി എല്ലാവരും നമ്മളിപ്പോ വരുമ്പോ തന്നെ നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത്. വേണമെങ്കിൽ മോളിച്ചേച്ചിക്ക് പണ്ടൊരു ഗായിക പെട്ടെന്ന് തെരുവിൽ കിടന്ന് പാടി പിറ്റേ ദിവസം അവര് വലിയ ഇതായി കഴിഞ്ഞപ്പോഴ് പിന്നെ അവരുടെ അടുക്കൽ ചെന്നപ്പോ പെട്ടെന്ന് അവർക്ക് ജാടയായിപ്പോയി. അവരുടെ ആ കിടപ്പാടം അവര് മറന്നു. പക്ഷെ മോളിച്ചേച്ചി എന്നെ സംബന്ധിച്ചത് എനിക്കത് ഇഷ്ടമല്ല. കാരണം നമ്മള് ഓരടി മുന്നോട്ട് വെക്കുമ്പോഴും ഞാൻ എന്റെ മക്കളോടും പറയാറുണ്ട്, എല്ലാവരോടും പറയുന്നൊരു കാര്യം തന്നെ, നമ്മൾ ഓരടി മുന്നോട്ട് വെക്കുമ്പോഴേക്കും ശ്രദ്ധിക്കണം ഞാൻ എവിടെന്നാ വന്നത്, ഞാൻ എവിടെന്നാ വന്നത്, ഞാൻ ഏത് സ്റ്റേറ്റിന്നാണ് എനിക്ക് വന്നത്, അല്ലെങ്കിൽ ഞാൻ കിടന്ന ഭവനം ഏതായിരുന്നു, ഞാൻ എന്റെ ജീവിതം എന്തായിരുന്നു, നേരത്തോട് നേരം വെച്ചൊരു കഞ്ഞിരവെള്ളം കുടിക്കാൻ സാഹചര്യക്കുന്നുണ്ടായിരുന്നു, അതിൽ നിന്നാണോ നീ വന്നത്, അല്ലെങ്കിൽ പിന്നെ വായില് കൊണ്ടിയും കരളും വെച്ചിട്ടാണോ ഞാൻ ജനിച്ചു വന്നത്? അത് നമ്മൾ ചിന്തിച്ചിട്ടാണ് നാം മുന്നോട്ട് പോയി. ഞാൻ അങ്ങനെ ചിന്തിച്ചു വന്ന ആളാ. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്, ഞാൻ ഒരുപാട് പട്ടിണിക്കേടുന്ന ആരെയും കഷ്ടപ്പാടിൽ കൂടി വളർന്നവളാ. കൂലിപ്പണി എടുത്ത് കരിങ്കല്ലി എന്നൊക്കെയാണ് ഞങ്ങള് വളർത്തി ആളാക്കി എടുത്തത്. പിന്നെ എന്റെ മക്കളാണെങ്കിലും എന്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് എന്റെ മക്കൾ രണ്ടിനെയും വളർത്തിയെടുത്തത്. ഒരുപാട് കഷ്ടപ്പെട്ടു എന്റെ മക്കൾക്ക് വേണ്ടിട്ട്. ഞാൻ ഈ സിനിമ ഫീൽഡിലേക്ക് ഞങ്ങൾ സിനിമ ഫീൽഡിൽ വരുമെന്നാ, ഞങ്ങൾ സിനിമ നടിയാകുമെന്ന, ഈ സീരിയൽ നടിയാകുമെന്ന ഒന്നും ഞാൻ വിചാരിച്ചതല്ല, ഞാൻ ആഗ്രഹിച്ചതുമല്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു 9-9 വയസ്സ് എനിക്ക് പ്രായമുള്ളു. ആ സമയത്താണ് ഞാൻ ഈ ചവിട്ട നാടകം എന്ന് പറഞ്ഞ കല പഠിക്കുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റിലെ പഠിക്കണത് ഞാൻ പരിചുട്ടളിയ. ആ പരിചുട്ടളി കഴിഞ്ഞപ്പോ ഞാൻ ഡാൻസ് പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കുമാണ് ഈ ചവിട്ട് നാടകം. ആ ആശാൻ തന്നെ ഈ ചവിട്ട് നാടകം കളിപ്പിക്കണം കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി. ഞാൻ ഇവിടെ വന്ന് എന്റെ അമ്മച്ചിനോട് പറഞ്ഞു ചവിട്ടടം പഠിക്കണം. അപ്പൊ അമ്മ എന്നോടൊരു വാക്ക് പറയും, മോളെ അത് നമുക്ക് പറ്റണേയല്ല, കാര്യം നീ പെൺകുട്ടിയല്ലേ, നമുക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അമ്മേ എനിക്ക് കൊട്ടി. അപ്പൊ ഞാൻ ചെറുപ്പത്തിൽ ഞാനിങ്ങനെ കൊട്ടി വെക്കുമ്പോ ഞാൻ ഓടിപ്പോരെ. കാര്യം ഞങ്ങളുടെ അപ്പച്ചന്റെ വീട്ടിൽ വെച്ച് തന്നെ ഒരു 3-4 വയസ്സുള്ളപ്പോഴേക്കും കുളിപ്പിച്ച് അമ്മച്ച് 2 മുടിയൊക്കെ കെട്ടി തരും. ഒരു ഷെമി ഷൂട്ടുണ്ട്, ആളിനെ കൈ പിടിച്ചിട്ട് തെറിച്ച് ഓടി ഞാൻ കൊട്ടിയാക്കണ പാട്ടാട്ട്. അപ്പൊ കഞ്ഞിയും വേണ്ട വെള്ളവും വേണ്ട, അവിടെ കുത്തിയിരുന്ന് നാടാൻ കാണും. ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പം പോലെ തന്നെ. അപ്പൊ അത് കളിക്കുന്നൊരു ആവേശം എന്റെ ഉള്ളിൽ തന്നു. അപ്പൊ അമ്മച്ചി പറഞ്ഞു നീ വേണ്ട, ഇല്ല അമ്മച്ചി എനിക്ക് കളിക്കണം. അങ്ങനെ ആശാന്റെ നാടകം ഞാൻ ആദ്യമേ പഠിച്ച നാടകം കളിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ ആ ആശാൻ തന്നെ എന്നെ കൊണ്ടുപോയിട്ട് മുണ്ടമ്മേലി ഭൂലോകരംഭ, അത്ഭുതരംഭെന്നും പറയും ഭൂലോകരംഭെന്നും പറയും, അത്ഭുതരംഭ നാടകത്തില് അത്ഭുതരംഭയായിട്ട് ഞാൻ അതിന്റെ സീനടിക്കി ഒരു ബാലപ്പാട്ട് എടുത്തു. അപ്പൊ ആ ബാലപ്പാട്ട് എടുത്ത കൊച്ചിന് ക്യാൻസർ ആയിരുന്നു. അപ്പൊ അതിന് കളിക്കാൻ പറ്റില്ല. അപ്പൊ ആ സ്ഥാനത്ത് എനിക്ക് ഞാൻ കേട്ടെടുക്കേണ്ടതുണ്ട്. കാരണം നാളെ ഫൈനലി, കാര്യം കിച്ചക്കെട്ട് ലാസ്റ്റ് ഫൈനലി 2 ദിവസം കഴിഞ്ഞ് സ്റ്റേജാ. അപ്പൊ ഞാനാണെങ്കിൽ നാടകത്തിന്റെ ഉള്ളുകളിൽ എന്താണ് പഠിക്കാനായിട്ടുള്ള നേരം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ 2 ദിവസത്തെ മുക്കറ കുത്തി എന്നെ ആശം കൊണ്ടുവന്നിട്ട് പഠിപ്പിച്ചാണ് ഞാൻ ആ നാടകം സ്റ്റേജ് കയറണം. ഞാൻ സ്റ്റേജ് കയറി കഴിഞ്ഞപ്പോഴേക്കും
ഗംഭീര പേരാണ്. ഉം. പേരെന്ന് പറഞ്ഞാ എനിക്കറിയില്ല എങ്ങനെ അതൊക്കെ വരുത്തി കൂട്ടിയത് എനിക്കിനറിയില്ല. ഉം. പക്ഷെ എന്റെ ഗുരുനാഥന്മാരുടെ ശാപം ഞാൻ ഏറ്റിട്ടില്ല. ഉം. അതാണ് എന്റെ ഏറ്റവും വലിയ വിജയം. ഉം. എന്റെ ഏറ്റവും വലിയ വിജയം അതാ. കാരണം ഉം. ഇന്ന് എന്റെ ഗുരുനാഥൻ ഈ ഭൂമിയോട് വിട പറഞ്ഞു പോയിട്ട് വർഷങ്ങളേറി. ഉം. എങ്കിലും ഗുരുനാഥന് വേണ്ടി ഒരു സ്വർഗസ്ഥനായി ഒരു നന്മറിഞ്ഞോ ചൊല്ലി കാഴ്ചവെക്കാത്ത ഒരു ദിവസം പോലും എനിക്കുണ്ടായിട്ടില്ല. ഉം. എല്ലാ ദിവസവും 2 നേരം ഉം. ആ ആത്മാവിനോട് പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ. ഉം. അപ്പൊ എന്റെ ഗുരുനാഥൻ എനിക്കൊരു അനുഗ്രഹം തന്നായിരുന്നു. ഉം. നീ ഒരുത്തന്റെ മുമ്പിലും പോയി തലകുനിയല മകളെ, ഉം. എനിക്ക് ഉയർച്ചയില്ലാതിരിക്കുന്ന കാഴ്ച ഉണ്ടായാലാണ്. ഉം. ആ ഗുരുനാഥന്റെ ഒരു അനുഗ്രഹമാണ് എനിക്കത് കിട്ടിയത്. ഉം. ആ അനുഗ്രഹം ഒന്നും കൊണ്ടുപോയി തന്നെയാണ് ഞാൻ ഈ ചവിട്ടുനാടക ഫീൽഡിൽ പിന്നെ ചവിട്ടുനാടക ഫീൽഡിൽ കൂടി എനിക്ക് കയറാൻ തുടങ്ങിയത്. അൻവർ റഷീദ് എന്നെ സിനിമയിലേക്ക് വിളിക്കണത്. ഉം. അപ്പൊ അൻവർ റഷീദ് വിളിക്കാൻ തന്നെ ഞാൻ ഈ ചവിട്ടാൻ മാത്രമല്ല സാമൂഹ്യ നാടകം കളിക്കും. ഉം. അപ്പൊ ഞാൻ സദൃശ്യ വാക്യങ്ങളെന്നും പറഞ്ഞിട്ട് ഉം. ഞാൻ ഒരു നാടകം കളിച്ചു. ഉം. അപ്പൊ എനിക്ക് 1999 എനിക്ക് മികച്ച നടിക്കുള്ള കേരള സംഗീത അക്കാദമിയുടെ അവാർഡ് എനിക്ക് ലഭിച്ചത്. ഉം. അപ്പൊ അവിടെ വെച്ചിട്ട് ഗോമാഷ് എന്ന് പറയുന്ന മാഷിലുണ്ടായിരുന്ന അവാർഡ്. ഉം. അപ്പൊ ഞങ്ങളിങ്ങനെ ഒരുപാട് കലാകാരന്മാരെ പള്ളുരുത്തിൽ ഭയങ്കര ബമ്പം പരിപാടി വെച്ചിട്ട് ഉം. ആദരിച്ചാണ്. ഉം. അപ്പൊ അവിടെ വെച്ചിട്ട് സാറിനോട് പറഞ്ഞു, ചേച്ചി ഉം. ഞാൻ ഒരു സ്കിറ്റ് നാടകം ചെയ്യേണ്ട ചേച്ചി വരുവാന്ന് ചോദിച്ചു. ഉം. നിങ്ങളൊക്കെ ഞാൻ വന്നോളാന്ന് പറഞ്ഞു. ഉം. അങ്ങനെ സാറ് ചെയ്തു. ഉം. ഞാൻ ആ നാടകത്തിൽ അഭിനയിച്ചു. ഉം. ഞാൻ നാടകത്തിൽ അഭിനയിച്ച് ആ നാടകം സ്റ്റേജ് കയറുന്ന ഒരു 5-6 ദിവസത്തിന് മുപ്പാട് ഉം. എൻ്റെ അമ്മച്ചി മരിച്ചു. ഉം. പെട്ടെന്ന് അറിഞ്ഞ എൻ്റെ അമ്മ മരിച്ചു. ഒരു ക്ഷീണവും ഇല്ലായിരുന്നു. ഉം. ചിരിച്ചും കൊണ്ട് വിട പറഞ്ഞെന്ന് തന്നെ പറയാം. ഉം. അപ്പൊ അത് ഏറ്റവും വലിയൊരു ഉം. ദുഃഖമായിപ്പോയി എനിക്കത്. തീരാ ദുഃഖമാണത്. ഉം. അപ്പൊ ആ നാടകം ചെയ്യാം. അപ്പൊ അമ്മച്ചി എപ്പോഴും പറയായിരുന്നു, അപ്പൊ സാറാണ് സാറിന്റെ നാടകം ഉം. മോള് കളിക്കണം കേട്ടോ എന്ന് എപ്പോഴും പറയുമായിരുന്നു. ഉം. അങ്ങനെ ആ ഒരു നാടകം, ആ നാടകത്തിൽ തന്നെ ഒരു സങ്കട സീനാണ്. കാരണം ഒരു അമ്മ മകളെ വിട്ടിട്ട് പോണ, മകളെ അമ്മനെ വിട്ടിട്ട് പോണ ഒരു ഉം. എനിക്ക് വന്നേക്കണ അനുഭവമാണ് അവിടെ ആ നാടകവും. ഉം. ഒരു പുഴ മകളാണ്, ആ മകളെ പിഴപ്പിക്കണം, ഉം. ടോക്കണ ഗർഭാല സ്റ്റിച്ചുകളാണ്. ഉം. എന്നിട്ട് ഒരു ധ്യാനം കൂടണം. ധ്യാനം കൂടി കഴിയുമ്പോ ഉടലോടെ സ്വർഗത്തേക്ക് പോകുന്ന രംഗങ്ങളൊക്കെ ഭയങ്കര എന്താണ് അതൊക്കെ ആ നാടകം. അപ്പൊ ആ നാടകത്തില് പാട്ടുകളുമുണ്ട്, അഭിനയങ്ങളുണ്ട്. ഉം. അപ്പൊ ഇതിന്റെ അകത്ത് ഞാൻ അഭിനയിച്ച്, ഞാൻ ആ അമ്മയായിട്ട് ഞാൻ അഭിനയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ലാസ്റ്റ് ഒരു ബിലാപ പാട്ടുണ്ട് അവിടെ. ഉം. അപ്പൊ എല്ലാം ഈ ചെറിയ നാടൻ പാട്ട് പോലത്തെ ഇങ്ങനെ പാട്ടുകളൊക്കെ അതിലെ കൊടുത്തിരുന്നു. ഉം. അപ്പൊ എന്നോട് പറഞ്ഞു, ചേച്ചി ഒരു പാട്ട് ചേച്ചി പാടുവാന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് സിനിമാ പാട്ടുമായിട്ട് ഞാൻ വലിയ കമ്പനിയല്ല. ഉം. നമ്മൾ അതിലേക്ക് ലയിച്ചിട്ടില്ലേ. കേക്കത്തില്ലായിരുന്നോ ചിലരുടെ പാട്ടുകളൊക്കെ ഇങ്ങനെ റേഡിയോ വഴിയൊക്കെ കേട്ട്? പക്ഷെ ഞാൻ കേട്ടെന്നാലും ഞാൻ അങ്ങനെ അതിലേക്ക് ശ്രദ്ധ കൊടുക്കാറില്ല. ബാത്റൂമിൽ പാടാറില്ലേ? ഞാൻ ബാത്റൂമിൽ ഇരുന്നപ്പോ ഞാൻ ചോട്ട പാട്ട് ചവിട്ടുനാടകക്കാരായിരിക്കും ആ പാട്ടല്ലേ വരുള്ളൂ. അതെ അതെ. എനിക്ക് എന്റെ നാവിലേക്ക് അതേ കിടക്കും. വേറൊരു കാര്യമുണ്ടല്ലോ, ഗുരുനാഥന്റെ അനുഗ്രഹം എന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര അനുഗ്രഹം. ആരുടെയും മുന്നിൽ തല താക്കേണ്ട വരത്തില്ലേ? സിനിമയിലെ ഡയലോഗിൽ പോലും ഒരു ആർട്ടിസ്റ്റുടെ മുന്നിൽ തല താഴ്ത്തി ഒരു ഒന്നൊന്നര അനുഗ്രഹമാണ്. പ്രിയപ്പെട്ട ഒരു ശിഷ്യായോണ്ടാണ് ഗുരുനാഥൻ അങ്ങനെ. അതൊക്കെ ഇപ്പൊ ഏത് ആർട്ടിസ്റ്റ് വന്നു കഴിഞ്ഞാലും ഒന്നേക്ക് അവരെ വട്ട് കളിപ്പിക്കുന്ന, അല്ലെങ്കിൽ നേരെ ഇന്ന് വർത്താനം പറയുന്നത് കിട്ടിയത് ഒരു ഒന്നൊന്നര അനുഗ്രഹമായി പോയി. അതുകൊണ്ട് അതിനു വേണ്ടി പ്രാർത്ഥിച്ചാലും തെറ്റില്ല. ആദ്യം ചെയ്യും. കാരണം നമ്മൾ ഒരുത്തന്റെ മുമ്പിൽ ചേട്ടൻ മുട്ടുകൂത്താനായിട്ട് ഗുരുനാഥൻ പറഞ്ഞിട്ടില്ല, ഇച്ചി പൊളിച്ച് കയറാനേ പറഞ്ഞിട്ടില്ല. അതിപ്പോ എന്റെ മക്കളോടാണെങ്കിലും ഇപ്പൊ ഈ ചവിട്ടുനാട രംഗത്തേക്ക് എന്റെ ഇളയമോൻ അവൻ 8ാം ക്ലാസ്സിൽ ഈ പരീക്ഷക്ക് ഇറങ്ങിയപ്പോ ആദ്യമേ ആശാൻ കൊണ്ടുവന്ന് അവന്റെ കയ്യിലേക്ക് പിയാനോ കൊടുത്തിട്ട് പരീക്ഷ എഴുതിട്ട് നാടൻ കളിക്കാൻ പോണെന്ന് പറഞ്ഞു. ആ 8ാം ക്ലാസ് പഠിച്ച് നിൽക്കുന്ന സമയത്ത് തൊട്ട് എന്റെ നാടകക്കാരനായത്. അവനിപ്പോ വലിയ നാടകക്കാരനായി. അവനിപ്പോ അടുത്ത നാടകം സംവിധാനം ചെയ്യാൻ പോകും. അവന്റെ എളിയ മോളും ചവിട്ടടക്കാരത്തിയായി. ചവിട്ടടക്കാരത്തിയായി. അപ്പൊ ഞങ്ങളുടെ ഇവിടെ ചവിട്ടട ഫാമിലി മാത്രമേ ഉള്ളൂ.
പോയാ അത് അതിൽ നിന്ന് ഉയർന്നു വന്ന ഒരു സിനിമാ താരമാണ് ഈ ഇരിക്കുന്നത്. അതിലെന്തൊരു ഇങ്ങനെ പൊട്ടിപ്പൊളിച്ച് ഒരു താരമാണ് ചാലമേരി എന്ന കഥാപാത്രമായി ഞാൻ. ആ പേരിൽ തന്നെ പ്രേക്ഷകരുടെ ഉള്ളിൽ ഹൃദയം ഇങ്ങനെ സ്നേഹം കൊണ്ട് തുളുമ്പുന്ന ഒരു ചേച്ചിയാണ് ഇരിക്കുന്നത്. ആർക്കും ഒരിക്കലും മറക്കാത്ത ഒരാള്. കാര്യം വെക്കട്ടൊക്കെ പണി കൊടുത്തേക്കൊണ്ടും മറക്കിയത് അവർക്ക് പണിയാ കൊടുത്ത് പറയാൻ പറ്റുന്ന പണിയാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാം പ്രോഗ്രാം ചെയ്താണ്. ഒരു കാനാങ്കോട്ടെ കൊണ്ടിട്ടായിരുന്നു ഞങ്ങള്. അങ്ങനെ പണിയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ തമാശ പറഞ്ഞ് രണ്ടുപേരും കൂടി പറഞ്ഞു ശരിക്കും അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അല്ലെങ്കിൽ ആ കൊച്ചിലിട്ട് എന്ത് പണിയാ മേരിച്ചു കൊടുത്തത് പറഞ്ഞ കമന്റ് വരും. അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെയുള്ള കമന്റ് ഒന്നും ഇല്ല. കാരണം തമാശന്റെ പുറത്ത് നമ്മൾ തമാശയുടെ പുറത്ത് പക്ഷെ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോ പുള്ളിക്കാരത്തി വന്നു പറഞ്ഞു ഞാനപ്പൊ അതില് പറഞ്ഞു കേട്ടോ. പരിപാടി കഴിഞ്ഞ് മോളിച്ചേച്ചി ഉള്ളോണ്ട് നിന്നെ വെറുതെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കും. നമുക്ക് എനിക്ക് മൂഡ് ഔട്ട് ആയിട്ട് ഇരിക്കണ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഈ നമ്മുടെ ഒരു ആ സമയത്തുള്ള ക്ഷീണൊക്കെ കഴിഞ്ഞിടക്കലായിരുന്നു ആ പരിപാടിക്ക് ഇറങ്ങിയത്. അപ്പൊ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഉണ്ടായിരുന്നെങ്കിലും നല്ല ആക്റ്റീവായിരുന്നു ഞങ്ങളെല്ലാരും. നല്ലൊരു പ്രോഗ്രാം ഒക്കെ ആയിരുന്നു ഞങ്ങള്. മോനും ഉണ്ടായിരുന്നു കൂടെ. ഉണ്ടായിരുന്നു. മോനെ പാട്ടാണ് ഇപ്പൊ ഞാൻ എവിടെയാണെങ്കിലും പോണേ. എനിക്ക് ഒറ്റയ്ക്ക് വഴിയൊക്കെ പോകാൻ പറ്റിയൊന്നും. മോളി ചേച്ചി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. വളരെ സിമ്പിൾ ആയിട്ട് ഉത്തരം പറയണം. ഇത്ര സന്തോഷവതിയായിട്ടിരിക്കുന്ന മോളി ചേച്ചി എടുക്ക ചോദിക്കാൻ പാടില്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. അതായത് ഇപ്പൊ സിനിമയിൽ എത്തിയല്ലോ, ഇത്രയും പ്രശസ്തിയായി. നമുക്കറിയാം സിനിമയിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വലിയ സീരിയൽ അഭിനയിച്ചു കഴിഞ്ഞ് നമുക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ യാത്ര ചെയ്യണമെങ്കിലും ഇതിനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. പ്രത്യേകിച്ച് മോളി ചേച്ചിയെപ്പോലെ ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് പുറത്തോടൊക്കെ നടക്കുമ്പോൾ 100 ചോദ്യങ്ങളുണ്ടാവും. അത് ആദ്യ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും ബസ്സിൽ തന്നെയാണോ? നിങ്ങൾക്ക് അവിടുന്ന് ഇത്ര കിട്ടിയില്ലേ? നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയില്ലേ? അപ്പൊ ഇത് വരുന്നവരും പോകുന്നവരും ഒരു 400 പേരെടുക്കലെങ്കിലും ഇത് ഉത്തരം പറഞ്ഞു നമുക്ക് തന്നെ ഭയങ്കര ദേഷ്യവും മനസ്സിനും വിഷമവും നിരാശയും എല്ലാം ഉണ്ടാവും. അതേ സമയത്ത് മോളിച്ചേച്ചിയുടെ പോലും അത്രയും പ്രശസ്തരാകാത്ത ആർട്ടിസ്റ്റുകൾ പോലും വണ്ടികളിലും മറ്റ് സൗകര്യങ്ങളായിട്ട് നടക്കുമ്പോഴാണ് മോളിച്ചേച്ചി ഇപ്പോഴും എൻ്റെ അറിവിൽ ഇപ്പോഴും ബസ്സിലൊക്കെ തന്നെയാണ് യാത്ര ചെയ്യുന്നു തോന്നുന്നു. അല്ലെങ്കിൽ വല്ല പ്രൊഡക്ഷൻ വണ്ടി വരണം, അങ്ങനെയൊക്കെ ആയിരിക്കും മോളിച്ചേച്ചി പോവുക. അപ്പോ ഈ ചവിട്ട് നാടക രംഗത്ത് മോളി ചേച്ചി നിന്നപ്പോഴത്തേക്കിനും ഈ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം അത്രയും ആ സ്റ്റേജിനെ മൊത്തം കയ്യിലെടുത്ത് കഴിഞ്ഞ് ആ സ്ഥലം വിട്ടു പോയി കഴിഞ്ഞാൽ ആ സ്ഥലത്തിലെ ആൾക്കാർ കുറച്ച് നാളുകൾ മാത്രമേ അത് ഓർത്തിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ ആ ചവിട്ട് നാടകം പിടിച്ചു തന്നവർ അങ്ങനെ ഒരു കലാകാരി ഉണ്ടായിരുന്നു, വളരെ കറക്റ്റ്. അല്ലെങ്കിൽ കലാകാരൻ മതി. പക്ഷെ സിനിമ സീരിയൽ എന്ന് പറയുന്ന ഒരു കലയിലേക്ക് വരുമ്പോഴത്തേക്കിനും മലയാളം അറിയാവുന്ന അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്കുള്ള എല്ലാ ജനങ്ങളുടെയും കണ്ണ് ഊറ്റി നോക്കുന്ന ഒരു താരമായിട്ട് നമ്മൾ മാറും. അപ്പൊ അതിനനുസരിച്ച് വരുമ്പോഴത്തേക്ക് വെച്ചാൽ നമ്മുടെ സാമ്പത്തികത്തിന്റെ പ്രശ്നം വരും, നമുക്ക് മുന്നോട്ടാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നതെന്ന് ചോദിച്ചാല് ഈ ചവിട്ട് നാടകത്തിൽ എത്തിയപ്പോഴായിരുന്നു ഈ പുറത്തേക്കും മറ്റുള്ളവരൊക്കെ ആയിട്ടുള്ള സുഖങ്ങളും സന്തോഷങ്ങളും, അതോ ഈ കലാകാരിയായി കഴിഞ്ഞപ്പോൾ ഈ കലാകാരി എന്നുള്ളത് സ്ക്രീനിലൊഴികെ പുറത്തേക്ക് പോകുമ്പോൾ പലപ്പോഴും അത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാല് സാമ്പത്തികമായിട്ടൊന്നും? കാരണം കണ്ണമാലി ചേച്ചിയുടെ വീട്ടിൽ പോലീസ് റെയ്ഡ് ആവുന്നൊന്നും നമ്മൾ കേട്ടിട്ടുമില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്കിനും മോളി ചേച്ചി ഇവിടെ കുറച്ച് ട്രോഫി ഇരിപ്പുണ്ട്, കുറച്ച് മൊമെന്റുകൾ ഇരിപ്പുണ്ട്. എന്നിട്ട് മോളി ചേച്ചി കുറെ എണ്ണം കൂട്ടി ഞാൻ ചാക്കിനകത്ത് കെട്ടിപ്പോയിട്ട് അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ട്രോഫിക്ക് ഒരു 5000 രൂപ വെച്ച് കണക്ക് നോക്കിയായിട്ട് തന്നെ നല്ല മുതലുണ്ട്. അത് എന്റെ മക്കൾ പറയാറുണ്ട്, അമ്മ ഈ പലക മുഴുവൻ തന്നെ ഇട്ടെ അത് 10,000 രൂപ കയ്യിലായിട്ട് വരാൻ വിളിക്കാൻ പറ്റില്ല. ഒരു പൊന്നാട് ഒരു പലകയും തോന്നുന്ന ഒരു അമ്മയ്ക്കാട് അമ്മക്ക് അതിന് കാശ് തരാൻ പറയാൻ പോലെ നമ്മ പട്ടിണിയിലാകണല്ല. ഇത് ഈ പൊന്നാട അണിയിക്കുന്നവരും ഇത് അഭിനയിക്കുന്നവരും ഈ പലകം തരാനും പൊന്നാട അണിയിക്കാനും വേണ്ടി മാത്രമാണോ മോളി ചേച്ചി വിളിക്കുന്നത്? അതൊരു ചോദ്യമാണ്. അതൊരു ചോദ്യം, ചോദ്യമാണ് കേട്ടോ. അത് 1.5 ചോദ്യത്തെ ഇനി എന്നെ വിളിക്കട്ടെ. പലക തരാനും പൊന്നാട്ടിക്കറി പറഞ്ഞു വിളിക്കാൻ ആൾക്കാർ 10,000 രൂപ തന്നാൽ നിങ്ങളൊരു കാര്യം, അതായത് ഈ ആർട്ടിസ്റ്റുകൾക്കും അല്ലെങ്കിൽ കലാകാരന്മാർക്കും മൊമെന്റ് കൊടുക്കുന്നവര്, അത് ഞാൻ ഉൾപ്പെടെ എല്ലാവരോടും എല്ലാ കലാകാരന്മാരും ഇല്ലാത്ത ആളാരെ വലിയക്കാട്ട വർത്താനം പറയണത്. ഞാനിരിക്കണാലെ ഇനി ഇരിക്കുക എല്ലാവർക്കും വേണ്ടി അത് എല്ലാരും അറിയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു പലകം കൊണ്ടോ ഒരു പൊന്നാട കൊണ്ടോ നമുക്ക് പേരോ പ്രസിദ്ധിയൊക്കെ അതിന് മുന്നേ കിട്ടിക്കഴിഞ്ഞു. ഇനി ജനങ്ങളുടെ സ്നേഹമായിരിക്കാം. പക്ഷെ ഇതുകൊണ്ട് വെക്കാനുള്ള ഒരു സ്ഥലം, അത് കഴിഞ്ഞ് ഇത് കൊണ്ട് നടക്കാനുള്ള സ്ഥലം, എന്നാൽ ഇത് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല.
അപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും മോളി ചേച്ചി മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരുപാട് നല്ല കലാകാരന്മാർക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പൊന്നാടകൾ ഇതൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം നമ്മൾ കാണുന്ന എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് ചിലപ്പം മെഴുകുതിരി കത്തിച്ചു വെക്കാനായിട്ട് ഉപയോഗിക്കും, പിന്നെ എണ്ണ കത്തിച്ചു വെക്കും, പിന്നെ പിള്ളേർക്ക് കളിക്കാനായിട്ട് ചായയും ഗ്ലാസ്സുമായിട്ട് കളിക്കാനൊക്കെ ആയിട്ട് കൊടുക്കുന്നത് മാത്രമാണ് ഇതുകൊണ്ട് കാണുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ചിലവരിത് നമ്മൾ ഈ മൊമെന്റ് ഒക്കെ ആയിട്ട് വരുമ്പോ അത്ര വലിയ സംഭവമൊക്കെ കിട്ടിയിട്ട് ഈ കൊണ്ടാണോ വരുന്നത്? അത് എനിക്ക് മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ കഴിഞ്ഞിടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇത് ഇത്ര നാൾ കൊടുത്തവർക്ക് വേണ്ടി പറഞ്ഞോളൊന്നുമല്ല. അല്ല, ഈ കഴിഞ്ഞിടയ്ക്ക് അത് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു അംഗീകാരം ഇല്ല, ചിലപ്പോ ഒരു കർച്ചീപ്പായിരിക്കും, ഒരു കർച്ചീപ്പായിരിക്കും ഒരു 10 ആളിന്റെ മുമ്പ് വെച്ച് നമുക്ക് അത് നമ്മുടെ ചരത്തിൽ തരുമ്പോ ആ 10 പേരുടെ മുമ്പിൽ എനിക്കൊരു അംഗീകാരമാണ്. തീർച്ചയായും. അപ്പൊ ആ അംഗീകാരമാണ് ഏറ്റവും വലുത് എനിക്ക്. തീർച്ചയായും. അല്ല, എനിക്ക് പണവും പൊന്നും അല്ല, കാശ് കൊടുത്ത് അതുപോലത്തെ വലുതായിരിക്കും പിന്നെയും മേടിച്ചു. മോളി ചേച്ചിക്ക് അത് ആഗ്രഹമില്ല. പക്ഷെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ മോളി ചേച്ചി ഇനിയും വിളിക്കുമ്പോഴും ഏതൊരു കലാകാരനെയും വിളിക്കുമ്പോഴത്തേക്കിനും ആ മൊമെന്റിലൂടെ ഒരു സന്തോഷവും അവർക്ക് അത് കൊടുക്കണമെന്നേ പറയത്തുള്ളൂ. കാരണം ഇത് മോളി ചേച്ചിയുടെ വലിയ മനസ്സായതുകൊണ്ട് മാത്രമാണ്. കാരണം ഞാനിപ്പോ ഈ ചവിട്ടുനാടക കലയിൽ പോയിട്ടാണെങ്കില, സിനിമ സൈഡിൽ പോയിട്ടാണെങ്കില, സിനിമ ഫീൽഡിൽ പോയിട്ടാണെങ്കില, എവിടെ പോയിട്ടുണ്ടെങ്കിലും ഏത് ഫംഗ്ഷനിൽ പോയിട്ടുണ്ടെങ്കിലും എന്നെ ആദരിച്ചിട്ടുള്ളത് ആദരിക്കണ കൂടത്തിൽ തന്നെ എനിക്ക് എന്തായിട്ട് അതിന്റെ കയ്യിൽ കൈമടക്കുണ്ടാവും. സത്യങ്ങൾ ഇല്ല, കൈമടക്ക് എന്തായാലും ഉണ്ട്. അഥവാ ഇല്ലെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം വല്ലപ്പോഴും കൂടി ഇരിക്കുകയാണെങ്കിൽ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കരുത്, ദൈവമേ എനിക്ക് തന്നെ കിട്ടിയതാണ് ഈ അംഗീകാരം. ഞാൻ പലകുറിക്ക് ചോദിക്കാറുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ മേശപ്പുറത്തൊക്കെ കഴിഞ്ഞാളി പേരെ വൈറ്റ് വാഷ് ചെയ്യുന്നിടത്ത് ഇതിപ്പോ കുറച്ച് മാത്രമേ ഇവിടെ ഞാൻ വെച്ചിട്ടുള്ളൂ. കുറെ അധികം എന്റെ മകൾ പിന്നെ എടുത്ത് മോളിയിട്ടുണ്ട്. അധികം കുറെ കൊടുത്ത് കാര്യം മേടിച്ചിട്ടുണ്ട്. അതിന് മാത്രം നിലവിളക്കും മറ്റുള്ള ട്രോഫിയൊക്കെ ഇട്ട് ഇഷ്ടം പോലെ എനിക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ ഏത് കലയിൽ ചെന്നാലും അടിച്ചു പൊളിച്ച് ഞാൻ ഫസ്റ്റ് അടിക്കൊണ്ട് പോകും. അത് ഉറപ്പായ കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഇരിക്കണ ഈ ഇടയ്ക്ക് എനിക്ക് കിട്ടിയാക്കാണ് ഈ ഇരിക്കണം. ഇപ്പൊ ഞാൻ ഇത് ഈ ഇടയ്ക്ക് കിട്ടിയതാണെങ്കിലും അതേപോലെ ഏത് വേദിയിൽ ചെന്നാലും എന്നെ ആദരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കർച്ചീപ്പ് വന്നാലും ഞാൻ സന്തോഷത്തോടുകൂടി ഞാൻ കൊണ്ടുവരും. അതേപോലെ എനിക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ആരാണെങ്കിൽ അത് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. മോളി ചേച്ചി ട്രോഫിയാണോ കൊടുക്കുന്നത് അതോ കൈമടക്കാണോ കൊടുക്കുന്നത്? മിക്കവാറും എനിക്ക് തരണം ട്രോഫി പൊന്നാടയൊക്കെ എനിക്ക് കിട്ടണത്. അതുപോലെ എന്നെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്ത് കിട്ടുമോ എന്റെ കയ്യിൽ കൈമടക്കം ഉണ്ടാവും. അത് ഉറപ്പാ. കാരണം ശരിക്കും എന്നെ അറിയാവുന്ന ഞാൻ ആൾക്കാരുണ്ടെങ്കിൽ കൈമടക്കം അറിയാവുന്ന ആൾക്കാരെ എല്ലാരും ഉള്ളൂ. എന്താണെങ്കിലും ഞാൻ പറഞ്ഞ ഒരു സ്പൂണാണ് അവർ എനിക്കൊരു അംഗീകാരമായിട്ട് തന്നാലും ഞാൻ അത് തീർച്ചയായിട്ടും ഒരു കല എന്ന് പറയുന്നത് നമ്മൾ മാത്രം സ്വന്തം. അത് ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല, ജനങ്ങളാണ് എന്നെ വലിയവരാക്കണത്. മനസ്സിലായി? എനിക്കിപ്പോ ട്രോഫി മേടിച്ചിട്ടേ അതാ ഒന്ന് മോളിക്ക് അവിടെ വെച്ച് കൊടുത്ത ട്രോഫി വലിയ ആളായി പോയില്ലേ. ആ വലിയ ആളെന്ന് പറയുന്നത് ജനങ്ങളാണ്, അല്ലെ ഞാനല്ല. അപ്പൊ ആ ജനങ്ങളുടെ മുമ്പിൽ ഞാൻ നല്ലപോലെ നിന്നാലല്ലേ എനിക്ക് ജനങ്ങൾ അത് പറയുള്ളൂ. ഇത് ഞാൻ മുട കാണിച്ചാ പറയൂല, ഒരിക്കലും പറയില്ല. അതാ എന്റെ മുന്നിൽ ഇത് സാമാനം കാണാത്തോണ്ടൊക്കെ തോന്നാത്ത പോലെ എന്ന് പറയും.